എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. ഏത് മീനും വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ എളുപ്പത്തിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ അളവിൽ അയലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അയല നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയതിൻ്റെ വെള്ളമൊക്കെ തോർന്നിരിക്കുകയാണ്. ആ ഒരു മസാല മീൻ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അയല തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് മീനും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലൊരു 10ഓളം പിരിയൻ മുളക്, കാശ്മീരി മുളകാണ് കേട്ടോ. സാധാ എരിവുള്ള വറ്റൽ മുളകല്ല, ഇതുപോലെ കാശ്മീരി മുളക് തന്നെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലൊരു 10ഓളം കാശ്മീരി മുളക് നല്ല ചൂട് വെള്ളത്തിൽ ഒരു അരമണിക്കൂറോളം ഞാനൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ്. ഇതുപോലെ ഒരു അരമണിക്കൂറോളം ചൂടുവെള്ളത്തിൽ ഒഴിച്ചാലും മുളക് ഇടുക, അല്ലെങ്കിൽ നമ്മളൊരു 8-10 മിനിറ്റ് നല്ല ചൂടുവെള്ളത്തിൽ നിന്ന് തിളപ്പിച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ഒരു ചൂടുവെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ട് മുളകെല്ലാം തന്നെ ആ ഒരു വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കാശ്മീരി മുളക് എല്ലാം തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താണ്. അപ്പോൾ ഇഞ്ചി കട്ട് ചെയ്തതും കൂടെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലൊരു 8ഓളം വെളുത്തുള്ളിയാണ്. ഇത് ചെറിയ അല്ലി വെളുത്തുള്ളിയാണ്, നമ്മുടെ നാടൻ വെളുത്തുള്ളി. വലിയ അല്ലിയൊക്കെ ആണെങ്കിൽ 2-3 എണ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഞാനൊരു 10 എണ്ണോളം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ 10 എണ്ണം എടുത്തിരിക്കുന്നത്. ഇതിലും വലുതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല, കാരണം നമ്മളൊരു മുളക് വെള്ളത്തിലൊരു അരമണിക്കൂറോളം കുതിരാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ആ ഒരു മുളകിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും. ആ ഒരു വെള്ളത്തിൽ തന്നെ നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞു കിട്ടും കേട്ടോ. ഒട്ടും തന്നെ തരികളില്ലാതെ നല്ല പേസ്റ്റ് പരുവത്തിൽ വേണം നമ്മളിത് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു അരപ്പ് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയാണ്. നമ്മളിതിലേക്ക് കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് എരിവ് കാണത്തില്ല. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും പൊടികൾ മാത്രമേ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എരിവും ഉപ്പും പുളിയും എല്ലാം ഒന്ന് നോക്കുക. എന്തെങ്കിലും ആവശ്യമെങ്കിൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതിലിപ്പോൾ കുറച്ചൊരു എരിവും ഉപ്പും മാത്രമേ കുറവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വീണ്ടും ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ മീൻ പൊരിച്ചിട്ടെടുക്കാൻ ആവശ്യമായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മീനിലേക്ക് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ഓരോ മീൻ കഷ്ണങ്ങളും എടുത്തിട്ട് നല്ല പോലെ തന്നെ ഈ ഒരു മസാല നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ തന്നെ എല്ലാ മീനിലും നമുക്ക് ആ ഒരു മസാല ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. മീനിലെല്ലാം തന്നെ മസാല പുരട്ടി ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു മസാലയൊക്കെ മീനിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് നമ്മൾ 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ഒരു 1 മണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂറോളം നമ്മൾ മസാല പുരട്ടിയൊരു മീൻ വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടോ. ഈ ഒരു മീനൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യുമ്പോഴാണ് അതിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മീനിൻ്റെ മസാല ഇതിൽ ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. കടുകും ഒരു കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കും കൂടി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സാധാരണ എത്രത്തോളം മീൻ മൊരിയിച്ചിട്ടാണ് എടുക്കുന്നത് ആ ഒരു രീതിക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാവുള്ളൂ. ഒരുപാടങ്ങ് തീ കൂട്ടി വെച്ച് കൊടുക്കേണ്ട, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി.
ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മൊരിച്ചതിന് ശേഷം നമുക്കിത് എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മീൻ ഇവിടെ നല്ലപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു എണ്ണയ്ക്കകത്ത് നിന്ന് എടുത്ത് മാറ്റിയേക്കാം. അപ്പോൾ ഇത്രയുള്ള കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കാശ്മീരി മുളക് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഒന്ന് അരച്ച് മീനൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു രീതിക്ക് നിങ്ങൾ മീൻ ഫ്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.